ഓപ്പറേഷൻ താമര രാജ്യമാകെ അലയടിക്കുകയാണ്. നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ബി.ജെ.പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ എൻ.ഡി.എയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുകയാണ് ബിജു ജനതാദൾ. 15 വർഷത്തിനു ശേഷമാണ് ബി.ജെ.ഡി തിരിച്ചു വരാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സഖ്യം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അടക്കമുള്ളവരുമായി ബി.ജെ.പി നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട്. ബി.ജെ.പിയും ബിജു ജനതാദളും മുമ്പ് ഒഡീഷയിലടക്കം സഖ്യകക്ഷികളായിരുന്നു. എന്നാൽ 2009-ൽ ബി.ജെ.പിയുമായുള്ള സഖ്യം പട്നായിക് ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനുശേഷം ബി.ജെ.പിയുമായി പിന്നീട് ഒരിക്കലും പട്നായിക് സഖ്യം ചേർന്നിട്ടില്ല. ഒഡീഷയിലെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ പട്നായിക് ബി.ജെ.പി സഖ്യത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. 1998 മുതൽ 2009 വരെ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യത്തിലായിരുന്നു. ബി.ജെ.ഡിയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്നാണ് റിപ്പോർട്ടുകൾ. വൈകാതെ തന്നെ എൻ.ഡി.എയിലേക്ക് അവർ എത്തിയേക്കും. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉടനുണ്ടാകും. സഖ്യമില്ലെങ്കിലും ബി.ജെ.പിയെ രാജ്യസഭയിൽ നിർണായക ബില്ലുകൾ പലതും പാസാക്കാൻ സഹായിച്ചത് ബി.ജെ.ഡി ആണ്. അതുകൊണ്ട് നവീൻ പട്നായിക്കിന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വവുമായി സൗഹൃദ ബന്ധമാണുള്ളത്. ഒഡീഷയിൽ 21 ലോക്സഭാ സീറ്റുകളുണ്ട്. അതുപോലെ 147 നിയമസഭാ മണ്ഡലങ്ങളും. ബി.ജെ.പിയെ സംബന്ധിച്ച് നിർണായകമായ സംസ്ഥാനമാണിത്. എന്നാൽ ഇതുവരെ പട്നായിക്കിനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. 2019-ൽ ബി.ജെ.ഡി 12 ലോക്സഭാ സീറ്റും ബി.ജെ.പി 8 സീറ്റുമാണ് സംസ്ഥാനത്ത് നേടിയത്. അതേസമയം ബി.ജെ.പി നിയമസഭയിൽ പരിതാപകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 23 സീറ്റുകളാണ് ആകെ വിജയിച്ചത്. എന്നാൽ 112 സീറ്റ് വിജയിച്ച് ബി.ജെ.ഡി അധികാരം നിലനിർത്തുകയായിരുന്നു. നിലവിൽ നിയമസഭയിൽ കാര്യമായ പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ്. ഒഡീഷയിൽ എന്തുകൊണ്ടും ശക്തമായ നിലയിലാണ് ബി.ജെ.പി. എന്നാൽ സംസ്ഥാനത്തെ 14 ലോക്സഭാ സീറ്റുകളാണ് സഖ്യപ്രകാരം ബി.ജെ.ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുധനാഴ്ച നവീൻ പട്നായിക് ബി.ജെ.ഡി നേതാക്കളുമായി സ്വന്തം വസതിയിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. സഖ്യത്തെക്കുറിച്ചാണ് ചർച്ചകൾ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതുകൊണ്ട് അക്കാര്യവും ബി.ജെ.ഡി പരിശോധിക്കുന്നുണ്ട്. ഒഡീഷയിൽ നിന്നുള്ള ബി.ജെ.പി നേതാക്കൾ ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കണ്ട സഖ്യകാര്യത്തിൽ ചർച്ചകൾ നടത്തി. നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അശ്വിനി വൈഷ്ണവിനെ ബി.ജെ.ഡി പിന്തുണച്ചിരുന്നു. ഇതോടെ സഖ്യസാധ്യതകൾ ശക്തിപ്പെടുകയായിരുന്നു. എൻ.ഡി.എ ശക്തിപ്പെടുത്താനും രാജ്യസഭയിലടക്കം വെല്ലുവിളി ഇല്ലാതാക്കാനും ഇതിലൂടെ ബി.ജെ.പിക്ക് സാധിക്കും. അതുപോലെ ഒഡീഷയിൽ തുടർച്ചയായി 6ാം തവണ അധികാരത്തിലെത്താൻ ബി.ജെ.ഡിക്ക് ഇതോടെ സാധിക്കും. എന്തായാലും നേതാക്കളുടെ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ബി.ജെ.പിയിലേക്കുള്ള കുത്തൊഴുക്ക് തുടരുകയാണ്. അതെന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായകമാകും എന്ന് തന്നെയാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.